വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഊര് തണ്ടാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ ഇത്രയും കാലം മിസ് ഷാലുമോഹനും മിസ് റിയ ബേബിയുമാണ് പോയിരുന്നെങ്കിൽ ഇന്ന് പോകുന്നത് മിസ് ഷാലുമോഹനും മിസ്സസ് റിയ ബേബിയാണ് പോകുന്നത്. എന്ത് പറയുന്നു റിയ കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫിനെ പറ്റി? കല്യാണം കഴിഞ്ഞിട്ട് എന്താണ് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. കുറച്ച് തടിച്ചു, ആ ഒരു ഗ്ലോ ഉണ്ട് ഫേസിൽ അറിയാൻ. പറയ് എന്താണ് കല്യാണത്തിന് ശേഷം കല്യാണ ലൈഫ് കാര്യങ്ങൾ? കല്യാണം കഴിഞ്ഞ ശേഷം എന്താ പ്രത്യേകിച്ച് എനിക്ക് മാറ്റം എന്ന് പറയാൻ കുറച്ച് തടി വെച്ചിട്ടുള്ളൂ. പിന്നെ ഡ്രസ്സിങ് സ്റ്റൈല് മാറിയുണ്ട്, അതാണ് എനിക്ക് വലിയൊരു മാറ്റമായിട്ട് തോന്നുന്നത്. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് മാറ്റം ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇല്ല, നല്ല കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകണം. അപ്പൊ കല്യാണം കഴിഞ്ഞാലും കഴിയുന്നതിന് മുമ്പ് ഒക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഊരുതണ്ടൻ. അതെ അതെ, ഇന്നും കണ്ടിന്യൂ ചെയ്യണം. കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് വീട്ടിലേക്ക് പോവാം. അപ്പം ഇന്നത്തെ വ്ളോഗ് അതാണ് ഗൈസ്. അങ്ങനെ പറയത്തക്ക വലിയ കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ചാടുന്ന ഈ സ്വഭാവം ഞങ്ങൾക്ക് പണ്ടേ ഉള്ളതാണ് കേട്ടോ. അങ്ങനെ ഇന്നും ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ പറഞ്ഞാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ റിയയ്ക്ക് കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, എനിക്കൊരു സ്പെക്സ് വാച്ച് ഇതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് സാധനം എടുക്കുകയും വേണം. അതിൻ്റെ അകത്തൊന്ന് ഫൈനലാക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ എന്തോരം സമയം എടുക്കുന്നറിയാം. അപ്പോൾ അച്ഛനും അമ്മേനെയൊക്കെ കൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ക്ഷമയുടെ നെല്ലിപ്പിലകയും കാണും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഇങ്ങനെയുള്ള ചെങ്ങായിമാരാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ഞങ്ങൾ വാച്ചും കണ്ണടയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്, അവിടെ അടുത്തുള്ള ബേക്കിംഗ് ഡേയ്സിൽ. ആക്ച്വലി റിയേൻ്റെ കല്യാണത്തിന് മുന്നേ ഞങ്ങളിങ്ങനെ പോയ ടൈമിൽ ഇങ്ങനെ പറയുന്നു, ഇനി എപ്പോഴായിരിക്കും നെക്സ്റ്റ് നമുക്കിങ്ങനെ ഇറങ്ങാൻ പറ്റുകയെന്ന്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചിട്ടുണ്ട്, വളരെ സന്തോഷം. അങ്ങനെ അവിടെ ചെന്ന ടൈമിൽ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞത് നമുക്ക് ഫലൂഡ ഓർഡർ ചെയ്യാം, അത് കഴിഞ്ഞ് നമുക്ക് ബർഗർ കഴിക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കുറേ നല്ല പേസ്ട്രീസും അതുപോലത്തെ ഡോണറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാം എന്നൊക്കെയായിരുന്നു. പക്ഷേ എന്താണ് ഗൈസ്, ആദ്യത്തെ ഫലൂഡ കഴിച്ചപ്പോൾ തന്നെ വയറ് ഫില്ലായി. പക്ഷേ എന്നാലും ബർഗറൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞില്ലെന്ന് കരുതി ഒരു ബർഗർ ഞങ്ങൾ സിംഗർ ബർഗർ വാങ്ങി കട്ട് ചെയ്ത് കഴിച്ചു. അതൊക്കെ ആയപ്പോഴത്തേക്കും അയ്യോ വയറിനിറങ്ങി. ഈ കാണുന്ന ഡോണറ്റ്സ് ഒക്കെ കഴിക്കണമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്, പക്ഷേ വയറ് നമ്മളെ സമ്മതിച്ചില്ല ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി ഗൈസ്. അങ്ങനെ ഡ്രസ്സും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എക്കോ പാർക്കിലേക്കാണ് കേട്ടോ പോയത്. എപ്പോൾ പോയാലും ഞങ്ങൾ എക്കോ പാർക്കിൽ പോകും. സത്യം പറഞ്ഞാൽ എക്കോ പാർക്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ എന്നാലും അവിടെ പോകാൻ ഒരു എന്താ പറയുക നിർബന്ധമായി മാറിയിരിക്കണം ഇപ്പോൾ നമുക്ക്. ചെന്നു ആസ് യൂഷ്വൽ എന്നും കാണുന്ന പോലത്തെ സംഭവങ്ങൾ കണ്ടു. പിന്നെ എപ്പോഴും സാധാരണ പോകുമ്പം കുറച്ച് പേരെങ്കിലും അവിടെ ഉണ്ടാവാറുള്ളത്, പക്ഷേ ഈ പ്രാവശ്യം ചെന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എപ്പോഴുള്ള സംശയമായിരുന്നു, ഇത്രയും വലിയ ഹൈറ്റിൽ എന്തിനാണ് ഈ ഊഞ്ഞാൽ കെട്ടി വെച്ചിട്ടുള്ളതെന്നുള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ആദ്യം നടക്കണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത് ഇങ്ങനെ ചാടി കയറണമെന്ന്. പക്ഷേ എത്ര ചാടി കയറിയാലും ബേക്കുന്ന ഒരാൾ ഉന്തി കൊടുത്താൽ മാത്രമേ എന്നെ താടാൻ പറ്റൂ ഗൈസ്. അങ്ങനെ ഒരു ഊഞ്ഞാലാണ്. എന്തിനാണ് അത്രയും ഹൈറ്റിൽ കെട്ടി വെച്ചേക്കണമെന്ന് വലിയ പിടുത്തമൊന്നുമില്ല. എന്തായാലും ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തേരാപ്പാരത് കൂടെ നടന്നു. ഓക്കെ, റിയക്ക് കുശുമ്പാണ് ഗൈസ്. എന്റെ മുന്നേ കുശുമ്പ്. ഇവിടെ കുറെ കപ്പിൾസ് ഒക്കെ ഇരിക്കണതാണ്. റിയക്ക് സഹിക്കണില്ല. അപ്പോൾ അവള് സാരമില്ല, എല്ലാവരും ശല്യപ്പെടുത്താണ്. കുശുമ്പതി. സത്യം പറയാൻ എനിക്ക് ഇതുവഴി പോകാൻ ഒരു താല്പര്യമില്ല, പക്ഷേ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതാണ്. എന്നെ ഇവൾ നിർബന്ധിക്കും. എന്റെ കൈ പിടിച്ച് നോക്ക്, ആരാ കൈ പിടിച്ചേക്കണേ നോക്ക്. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയും നിന്നെ കുശുമ്പത്തരത്തിന്. എനിക്ക് എന്റെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞപ്പോൾ നീ എന്തിനാ പറയണേ? ഒന്നുകൂടെ എന്റെ വ്ളോഗ് റിയന്റെ കല്യാണ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. റിയേ പറ, ഇവിടെ എന്തുണ്ടായിട്ടാണ് താങ്കൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അല്ലെങ്കിൽ ഈ കാട്ടിലാരും ഊഞ്ഞാലെ കൊണ്ടുവെക്കുക. സത്യം വെള്ളം കയറി ഗൈസ്. ഈ എക്കോ പാർക്കിൽ വരുന്നോണ്ട് എന്താ നമ്മൾ ഉദ്ദേശിച്ചത്? വെറുതെ 2 ഊഞ്ഞാലാടുക, ഫോട്ടോ എടുക്കുക. ഇന്ന് ഫോട്ടോ ഇട്ട് കിട്ടിയോ ഇല്ല. റിയന്റെ ലിപ്സ്റ്റിക് ഒക്കെ പോയോണ്ട് ഫോട്ടോ എടുക്കാൻ വിടുന്നുമില്ല. അവസാനം റിയ എന്റെ ലിപ്സ്റ്റിക് പോയില്ല, ഞാൻ വീഡിയോ വരുന്നില്ല. ഇടും കേട്ടാ.
അപ്പോൾ ഗൈസ് നമ്മളുടെ ഇന്നത്തെ ഒരു തണ്ടൽ ഇവിടെ അവസാനിക്കുകയാണ്. കാര്യം സൂര്യനൊക്കെ പോയി. ശരിക്കും പറഞ്ഞാൽ ഈ ഡിസംബർ മാസത്തിൽ കറങ്ങാൻ നല്ല നഷ്ടമാണ്. 6 മണിയാകുമ്പത്തേക്ക് ഇരുടാവും. പിന്നെ വീട്ടിൽ കയറേണ്ട സമയം പെട്ടെന്നാവും അല്ലേ? അവിടെ ഇനി ഡിസംബറിൽ നാട്ടിൽ കയറിട, മാർച്ച് മാസം വന്നാൽ അല്ലേ ഇങ്ങോട്ടേക്ക് കയറണ്ടല്ലേ. അതെ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇരുടായി തുടങ്ങി. ഞങ്ങൾ എക്കോ പാർക്കിൽ ഇരുന്ന് കുറച്ചും കൂടി ഒന്ന് ആടിയിട്ട് അതെ ആടിയിട്ട് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാറുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾ പറയേ, ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യണം. എന്ത് നീ എന്തായാലും അതിന് പോയി ഷെയർ ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.